നമ്മളിന്ന് പപ്പുവിൻ്റെ ബ്ലഡ് വർക്ക്സിനാണ് പോകുന്നത്. അവൻ്റെ പീഡിയാട്രിഷ്യൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബ്ലഡ് വർക്ക് ചെയ്യണം. പീരിയോഡിക്കലി ചെക്ക് ചെയ്യുന്ന പോലെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടോട്ട്ലേഴ്സിന് അത് ഭയങ്കര അത്യാവശ്യമാണ്. കാരണം അവരുടെ ഒരു വളരുന്ന സ്റ്റേജ് ആണല്ലോ. അപ്പോൾ അവരുടെ ബുദ്ധി വളർച്ചയ്ക്കും അതുപോലെ ഉറക്കമില്ലായ്മ, വിശപ്പില്ലായ്മ, കളിക്കാതിരിക്കുക, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടിരിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്ക് പ്രോപ്പറായിട്ട് അയണും വൈറ്റമിൻസൊക്കെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. നമുക്കൊരു 36 മിനിറ്റ്സ് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അത്രയൊന്നും എടുക്കാറില്ല. അപ്പോൾ നമ്മൾ അതിൽ കൂടെ കറങ്ങി നടക്കാൻ തുടങ്ങി. ഞാൻ കയറി വന്നപ്പോൾ തന്നെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നിറച്ചും ലൈവ് പ്ലാന്റ്സ് വെച്ചിട്ട്. നമ്മുടെ വീട്ടിൽ എത്ര നന്നായിട്ട് ഇത് വളരുന്നില്ല. ഇവിടെയാണെങ്കിൽ ലൈറ്റും കുറവല്ല. എനിക്ക് തോന്നുന്നു ആ മുകളിലുള്ള ഫുൾ ഗ്രോ ലൈറ്റാണ് തോന്നുന്നു. നാട്ടിലാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഓരോ തയ്ച്ച് വയ്ക്കായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ അമ്മ പോലെ ആവുന്നുണ്ടോ സംശയം. അവരെന്നോടും മറ്റു നേഴ്സിനോടും കൊച്ചിനെ നന്നായിട്ട് ടൈറ്റായിട്ട് പിടിച്ചോ, കെട്ടിൻ്റെ കയ്യിലൊക്കെ പിടിച്ചോ എന്ന് പറയായിരുന്നു. പക്ഷേ ഇവൻ ആദ്യം ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നിട്ട് പിന്നെ ഒറ്റ കരച്ചിലായിരുന്നു. Everybody's got tight hands. Oh, buddy, no. Stay still there. You're so strong. There you go. That's it. You're brave. Almost done. Okay, it's okay. It's okay. It's okay. Done. All done. So quick. There you go. Good job. And next time it's gonna be tough. All done. You did so good, buddy. Now, do you hold your arm? എൻ്റെ കൊച്ചു പാവം ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് കാറി കയറി വന്നിട്ട് എന്നെ കുത്തിയില്ലെന്ന് ഓർത്തിട്ടാണ്. സാധാരണയുള്ള അത്ര കരച്ചിലുണ്ടായില്ല. എന്നാലും പുള്ളിക്ക് അതിനുശേഷം ഭയങ്കര സങ്കടമായിരുന്നു. പുള്ളി ചിരിക്കുന്നുണ്ടായില്ല. ആകെ അത് ഓർത്ത് വിഷമമായിരുന്നു. പിന്നെ നമ്മൾ പാർക്കിങ്ങിൻ്റെ ടിക്കറ്റ് പേ ചെയ്യാൻ വന്നു. $4 ആയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ആ ടിക്കറ്റ് എടുത്തിട്ട് പോവാം. പപ്പുവിനും നമുക്കിനി ഒരു ആപ്പിൾ ജ്യൂസ് കൊടുത്ത് ഹാപ്പി ആക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.